ഉജ്ജയിനി. ഓരോ കൽപ്പങ്ങളിലും ഓരോ നാമങ്ങളായിരുന്നു ഉജ്ജയിനിക്കുണ്ടായിരുന്നത്. ഈശാനകൽപ്പത്തിൽ ഉജ്ജയിനിയുടെ നാമം അറിയപ്പെട്ടിരുന്നത് സ്വർഗശൃംഗം എന്നായിരുന്നു. സുവർണശൃംഗം എന്നും പറയപ്പെടാറുണ്ട്. സുവർണശൃംഗം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് രണ്ടാം കൽപ്പത്തിലേക്ക് എത്തിയപ്പോഴേക്കും കുശസ്ഥലി എന്നറിയപ്പെട്ടു. മൂന്നാം കൽപ്പത്തിലാണ് അവന്തി എന്ന നാമം കിട്ടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പത്മാവതി, ചൂടാമണി തുടങ്ങിയിട്ടുള്ള പല പല നാമങ്ങൾ ഉജ്ജയിനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏഴാം കൽപ്പത്തിലാണ് ഉജ്ജയിനി എന്ന നാമത്തിലേക്ക് വരുന്നത്. ഏതൊന്നിലെത്തിയാലാണോ ഒരാൾക്ക് വിജയം ഉറപ്പാകുന്നത് ആ പ്രദേശമാണ് ഉജ്ജയിനി, ജയിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥലം എന്നർത്ഥം. ഉജ്ജയിനിൽ പുരാതനമായ നിരവധി ക്ഷേത്രങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. വേദപാഠശാലയായിരുന്നു. സംസ്കാരത്തിൻ്റെ മുഴുവൻ പ്രചോദനങ്ങൾ നമുക്കിവിടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമുക്കിപ്പോൾ പല കാഴ്ചകളും കാണാൻ സാധിക്കുന്നില്ല. പുരാവസ്തു വകുപ്പിന് കീഴിൽ സൂക്ഷിക്കുന്ന രാം ജനാർദ്ദന ക്ഷേത്രം, ഇവിടേക്ക് എത്തിയാൽ നമുക്ക് ഉജ്ജയിനിയുടെ ആ പഴയ പ്രഭാവങ്ങളുടെ നേരിയ സൂചനയെങ്കിലും ലഭിക്കും. അതിപുരാതനമായ മഗധ നിർമ്മാണ രീതിയുടെ സൂചനകളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുക. അതിപുരാതനം എന്ന് പറയുമ്പോൾ ഇന്ന് ഉജ്ജയിനിൽ നിലവിലുള്ളതിൽ പുരാതനമായതെന്ന് എടുത്തു പറയേണ്ടി വരും. 16-ാം നൂറ്റാണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ. ഏതായാലും വളരെ ഉയർന്നു നിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളും അതിൻ്റെ തൂണുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ചില ക്ഷേത്രങ്ങൾ, നമ്മുടെ കർണാടകയിൽ കാണുന്ന ചില ക്ഷേത്രങ്ങളുണ്ടല്ലോ, ഭദ്രാവതി ക്ഷേത്രം, ഹംപി ക്ഷേത്രം, അവിടുത്തതിൻ്റെ ചില സമാനതകൾ നമുക്ക് ഇവിടുത്തെ ശ്രീകോവിലുകൾ കാണാറുണ്ട്. ആ തൂണുകളുടെ നിർമ്മാണത്തിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഉജ്ജയിനിലെത്തുന്ന അധികം പേരും ഈ പ്രദേശത്തേക്ക് എത്താറില്ല. കാരണം മഹാകാലേശ്വര ക്ഷേത്രം പോലെ, ഗദ്കാളി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് പോകാറ്. രാം ജനാർദ്ദന ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ സന്ദീപിനി ആശ്രമത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രഭൂമിയുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷ്ണ ബലരാമന്മാർ പഠനത്തിൻ്റെ ഇടവേളകളിൽ ഓടിയെത്തി വിശ്രമിച്ചിരുന്ന പ്രദേശമാണ് എന്നുകൂടി ഒരു ചരിത്രമുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിലാണ് അവർ എഴുതിയതൊക്കെ മായ്ച്ചു കളയാൻ എത്തിയിരുന്നത് എന്നും ഇവിടുത്തെ ഗ്രാമീണവാസികൾ പറഞ്ഞു. പക്ഷേ ആ കുളത്തിനും അപ്പുറത്ത് മനോഹരമായൊരു തടാകമുണ്ട്. വിഷ്ണു സാഗരം എന്നാണ് അത് അറിയപ്പെടുന്നത്. പാലാഴി എങ്ങനെയോ അതിന് സമാനമാണ് വിഷ്ണുസാഗരം എന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അങ്ങനെ വിഷ്ണുസാഗരവും പുരാതന ക്ഷേത്രവും കാഴ്ചകളും ഒക്കെയായി ഗംഭീരമായൊരു ഉണർവാണ് നമുക്ക് രാം ജനാർദ്ദന ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുക. രാമനും ജനാർദ്ദനും രണ്ട് ശ്രീകോവിലുകൾ സ്ഥാനമാകുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് രാം ജനാർദ്ദന ക്ഷേത്രം എന്ന പേര് വന്നത്. എന്നാൽ ആ രണ്ട് മൂർത്തികൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. നിരവധി ചെറു ശ്രീകോവിലുകളിലായി നമുക്ക് മഹാദേവ സാന്നിധ്യങ്ങൾ കാണാം. ഉജ്ജയിനൊരു വിശ്വാസമുണ്ട്, 84 മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് സകല പാപങ്ങളും തീരുന്നു എന്ന്. അതറിയപ്പെടുന്നതിന് ചൗരാസി മഹാദേവ് ദർശൻ എന്നാണ്. ഉജ്ജയിനിലേക്ക് അതിനുവേണ്ടി തന്നെ ആൾക്കാർ എത്താറുണ്ട്, ചൗരാസി മഹാദേവ ദർശനത്തിനായിട്ട്. ഉജ്ജയിനിലാകെയാണ് പലയിടങ്ങളിലായിട്ടാണ് ഈ ക്ഷേത്രങ്ങളുള്ളത്. അതിൽ 84, 36, 37, 38 എന്നീ ക്ഷേത്രങ്ങളുള്ളത് ഈ പ്രദേശത്താണ്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന രാമജനാർദ്ദന ക്ഷേത്രത്തിലാണ്. ചെറിയ ചെറിയ ശ്രീകോവിലുകൾ നമുക്കങ്ങനെ പേരുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതുകൂടാതെ ഇവിടെ ഒരു ചെറിയ ഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ ഹനുമാൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രം. ഹനുമാൻ ശരിക്കും ബാലഹനുമാനാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ഹനുമാൻ്റെ സാന്നിധ്യം ഉള്ളത്. ഗരുഡനും നാരായണനും മഹാദേവനും ഒക്കെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രഭൂമിയിൽ ഭഗവതിക്കും സാന്നിധ്യമുണ്ട്. ഇതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു കുളമുണ്ട് എന്ന്. ആ കുളത്തിന് പേര് ഗോമതി കുണ്ട് എന്നാണ്. ഗോമതി കുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ദ്വാരക, ഗോമതി സാഗർ, ഗോമതി നദി അല്ലേ? നദിയും സാഗരവും ഒത്തുചേരുന്ന പ്രദേശത്തുള്ള ദ്വാരകയിലെ ആ സാന്നിധ്യം. അപ്പോൾ അതേ നാമം തന്നെ ഇവിടെ ഒരു കുളത്തിനുണ്ട്. ആ കുളത്തിന് പുറകിൽ ഒരു തടാകമുണ്ട്. ആ തടാകം അറിയപ്പെടുന്നത് വിഷ്ണു സാഗരം എന്ന്. ജലത്തെ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറെ പ്രിയത്തോടു കൂടി വന്നിരുന്ന ഭൂമികളിൽ ഒന്ന് തന്നെയാണ് രാം ജനാർദ്ദന ക്ഷേത്രം. Moksha, Journey to the Self.